ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് രജിസ്ട്രേഷനെ റിലേറ്റ് ചെയ്ത് ഞാൻ മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ്സിൽ ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ കൺഫ്യൂഷൻസിനൊക്കെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇൻ ദി അപ്കമിംഗ് ഡേയ്സ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ദർ ആർ സം ക്വാളിഫയിങ് കോഡ്സ് ദാറ്റ് യു ഹാവ് ടു ഓപ്റ്റ് ഫോർ അല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻ്റ് ആണ്, കാറ്റഗറി ആസ് ഇൻ നിങ്ങൾ ഫ്രഷർ ആണോ, ഡ്രോപ്പർ ആണോ, അല്ലെങ്കിൽ പാർഷ്യൽ ഡ്രോപ്പർ ആണോ അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചില കോഡുകൾ ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ കോഡിൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ ക്വാളിഫയിങ് കോഡ്സ് ഫോർ നീറ്റ് 2025 ഒന്ന് ക്ലിയർ ആക്കി തരാനാണ് ഞാൻ വന്നത്. മെയിൻലി 7 കോഡ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരു പ്രാവശ്യം വായിക്കുമ്പോഴോ ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. സോ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോഡ് നമ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ഫ്രഷേഴ്സ്. ഫ്രഷേഴ്സ് എന്ന് വെച്ചാൽ ഈ വർഷം ക്ലാസ് 12th എഴുതാൻ പോകുന്ന കുട്ടികൾ. നിങ്ങൾ റിസൾട്ട് ഇപ്പം നിങ്ങളിപ്പോൾ അടുത്ത മാസം എഴുതുമല്ലോ, എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് അവൈറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ യു ഷുഡ് ബി ഓപ്റ്റിംഗ് ഫോർ കോഡ് നമ്പർ 1. ഇറ്റ് ഈസ് ഫോർ ഫ്രഷേഴ്സ്. നിങ്ങൾ പഠിച്ചത് CBSE ബോർഡ് ആകാം, ICSE ബോർഡ് ആകാം, സ്റ്റേറ്റ് ബോർഡ് ആകാം, ഈവൻ NIOSൽ പഠിക്കുന്നുണ്ട്, ഓപ്പൺ സ്കൂളിംഗിൽ പഠിക്കുന്നവരുണ്ട്. അവർക്ക് ബയോളജി ആസ് ആൻ അഡീഷണൽ സബ്ജക്ട് പഠിച്ചിരിക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിൽ പെട്ട ആളാണെങ്കിലും യു ക്യാൻ ഓപ്റ്റ് ഫോർ. ഇഫ് യു ആർ എ ഫ്രഷർ സ്റ്റുഡൻറ്റ് അപ്പിയറിംഗ് ഫോർ നീറ്റ് എക്സാം ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇഫ് യുവർ ക്ലാസ് 12th റിസൾട്ട്സ് ആർ അവൈറ്റഡ്, ദെൻ യു വിൽ ഓപ്റ്റ് ഫോർ കോഡ് 1. നിങ്ങളുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പം നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റിൽ റിസൾട്ട് അവൈറ്റഡ് ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ നീറ്റിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൊവിഷണൽ റിസൾട്ട് ആയിരിക്കും. വാട്ട് ഇഫ് നിങ്ങൾ നീറ്റ് എക്സാം നിങ്ങൾ ബോർഡ് എക്സാമിന് ചിലപ്പം പാസ്സായില്ലെങ്കിലോ ആൻഡ് യു സ്കോർഡ് ലൈക്ക് 700 മാർക്സ് ഇൻ നീറ്റ് വിച്ച് ഇസ് നോട്ട് ഹൈലി അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ റിസൾട്ട് ഇൻവാലിഡ് ആയി പോകും അല്ലേ, നീറ്റിൻ്റെ സ്കോർ ഇൻവാലിഡ് ആയി പോകും. സോ അതുകൊണ്ടാണ് റിസൾട്ട് അവൈറ്റഡ് എന്നുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഫ്രഷേഴ്സ് ക്യാൻ ഓപ്റ്റ് ഫോർ കോഡ് നമ്പർ 1. ഇനി വരുന്ന ഏറ്റവും സേഫസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് കോഡാണ് നമ്മുടെ കോഡ് നമ്പർ 2. കോഡ് നമ്പർ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫോർ ഡ്രോപ്പേഴ്സ്. ഡ്രോപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് 12th ഫിനിഷ് ചെയ്തു, നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്നു ആൻഡ് യു വെ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് എക്സാം. ചിലപ്പോൾ അതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫുൾ ഇയർ നീറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാകാം. പക്ഷേ വേറെ ചിലർ ഏതെങ്കിലും കോഴ്സസ്, നോൺ സയൻസ് കോഴ്സസ് പഠിക്കുന്നവരാകാം. ഇപ്പം BBAയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ പഠിച്ച് നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്. ഫോർ നെയിം സേക്ക് ഒരു കോഴ്സ് എടുത്തിട്ട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാകാം. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ കോഡ് 2. ഇറ്റ് ഇസ് ദ സേഫസ്റ്റ് കോഡ് ഫോർ യു. ആൻഡ് ഓൾസോ നിങ്ങൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ഈ ടൈം പീരീഡിൽ ചെയ്തതെന്നുള്ളതിൻ്റെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പം കോഴ്സസ് ചെയ്യുന്നവർക്ക്, നോൺ സയൻസ് കോഴ്സ് ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമില്ല, യു ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ്. അല്ലാത്തവർക്ക്, ഫുൾ ഇയർ റിപ്പീറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ രജിസ്ട്രേഷൻ്റെ സമയത്തല്ല അത് വേണ്ടത്, കൗൺസിലിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ കോഡ് നമ്പർ 2 ഈസ് ദ കോഡ് ഫോർ ഡ്രോപ്പേഴ്സ്. ഇനി നമ്മൾ വരുന്നത് കോഡ് 3ലേക്കാണ്. കോഡ് 3 നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല, ബിക്കോസ് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ. പക്ഷേ നമ്മുടെ ഒരുപാട് മലയാളി കുട്ടികൾ ഔട്ട്സൈഡ് ഓഫ് കേരള, കർണാടകയിലുണ്ട്. കർണാടകയിൽ നിന്ന്, മാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അപ്പിയർ ചെയ്യാൻ പോകുന്നവരുണ്ട്. സോ ഇഫ് യു ആർ ഗോയിങ് ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം ഫ്രം കർണാടകയിലുള്ള കുട്ടികൾ +1 +2 അല്ല ചെയ്യുക. അവിടെ നിങ്ങൾ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സാണ് ചെയ്യുന്നത്. അപ്പം PUC അല്ലെങ്കിൽ PDC ആണ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റുഡൻസ് ഡ്രോപ്പേഴ്സ് ഫ്രം കർണാടക, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുള്ളവർ കേട്ടോ, ഡ്രോപ്പേഴ്സ് ഫ്രം കർണാടക വിൽ ഓപ്റ്റ് ഫോർ കോഡ് നമ്പർ 3. Now going to code number 4. Code number 4 is for the pre-medical droppers. അതായത് നിങ്ങളിപ്പം ഏതെങ്കിലും 4 ഇയർ മെഡിക്കൽ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അതായത് BAMS, BHMS ആൻഡ് BSc നഴ്സിംഗ് കോഴ്സസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ കോഡ് നമ്പർ 4. ഓക്കെ, ദാറ്റ് ഈസ് ദ സേഫ് കോഡ് ഫോർ യു. പക്ഷേ നിങ്ങൾ BDS ആണ് ചെയ്യുന്നതെങ്കിൽ അഗെയിൻ BDS ആസ്പിരൻസിന് യു ക്യാൻ ഓപ്റ്റ് ഫോർ കോഡ് നമ്പർ 2. ദാറ്റ് ഈസ് ദ സേഫ് കോഡ് ഫോർ യു. ഓക്കെ, ഇനി കമ്മിങ് ടു കോഡ് നമ്പർ 5. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ആണ്. യു ആർ ഡൂയിങ് BSc ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ BSc ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. പക്ഷേ അതൊരു സയൻസ് കോഴ്സ് ആയിരിക്കണം. അതായത് ഈ കോഴ്സിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കോമ്പിനേഷൻ ആയിട്ട് പഠിക്കുന്നുണ്ടാവണം. അതായത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി, അല്ലെങ്കിൽ കെമിസ്ട്രി ആൻഡ് ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് അങ്ങനെ പഠിക്കുന്നവരുണ്ടായിരിക്കണം. ആൻഡ് ക്ലാസ് 12th നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഡാണ് code number 5. So if you are a partial dropper doing your first and second year degree in BSc in these either or any of these combinations, like physics, chemistry, biology le 2 subjects വരുന്ന ഏതെങ്കിലും കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ you can opt for code number 5.
പക്ഷേ അപ്പോൾ കുറേ പേര് ചോദിക്കും, എന്നുവെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് BSc ബയോടെക്നോളജി ആണ്, BSc മൈക്രോബയോളജി ആണ്, അല്ലെങ്കിൽ BSc ജെനറ്റിക്സ് ആണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ട്രിപ്പിൾ മേജർ ഒക്കെ ചെയ്യുന്നവരുണ്ട്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ജെനറ്റിക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ ദ സേഫ് കോഡ് ഫോർ യു ഇസ് കോഡ് നമ്പർ 2. യു ക്യാൻ ഓപ്റ്റ് ഫോർ കോഡ് 2. അപ്പോൾ അതിൽ ഈ കോമ്പിനേഷൻസ് വരുന്നില്ലാത്തതുകൊണ്ട് യു ക്യാൻ ഓപ്റ്റ് ഫോർ ദാറ്റ്. ഇനി കമ്മിങ് ടു കോഡ് നമ്പർ 6. ഇതേ കാറ്റഗറി തന്നെ കോഡ് നമ്പർ 5 തന്നെ ആളുകൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരുണ്ടല്ലോ. അതായത് BSc പാസ്സായിരിക്കുന്നു. BSc നിങ്ങൾ പാസ്സായിരിക്കുന്നത് ഈ PCB കോമ്പിനേഷനിൽ വരുന്ന ഏതെങ്കിലും കോമ്പിനേഷനുള്ള കോഴ്സാണ്. BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിപ്പിൾ മേജർ. പക്ഷേ ഈ കോമ്പിനേഷൻസ് 2 കോമ്പിനേഷൻസ് വരുന്ന കോഴ്സ് ഉണ്ടെങ്കിൽ you will be opting for code number 6. So you have completed your BSc, that is in any of these subjects containing these combinations of physics, chemistry and biology. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. അവിടെ കൺഫ്യൂഷൻസും സംശയങ്ങളും ഒന്നുമില്ല. Then we are coming to the final code, that is code number 7. Code number 7 എന്ന് പറയുന്നത് it is not directly applying to you again because നിങ്ങൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ. പക്ഷേ again lot of Malayali students from outside India are also preparing for this exam from different countries, especially majority number is from the UAE. അപ്പോൾ അവിടെയുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ you can opt for code number 7. നിങ്ങളൊരു NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ you will opt for code number 7. അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇനി ഈ കോഡിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇനി നിങ്ങൾ ചിലപ്പം ഞാൻ ഞാൻ ആ കോഴ്സാണ് ചെയ്തത്, എന്നിട്ട് ഞാനിപ്പോൾ നീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവാണ്, ഞാൻ ഈ കോഴ്സാണ് ചെയ്തത്. അപ്പോൾ ഡോണ്ട് വറി, ഓപ്റ്റ് ഫോർ കോഡ് നമ്പർ 2. ഏത് കോഴ്സ് ചെയ്തിട്ട് വരുന്നവരാണെങ്കിലും സേഫ് ആയിട്ട്, നിങ്ങളൊരു ഡ്രോപ്പർ ആണെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഡാണ് കോഡ് നമ്പർ 2. ഓപ്റ്റ് ഫോർ ദാറ്റ്. ഗ്യാപ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. മിസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരട്ടെ. കോഡ് നമ്പർ 1 ഫ്രഷേഴ്സ്, ഓക്കെ, 12th റിസൾട്ട് അവൈറ്റഡ് ആയിട്ടുള്ളവർക്ക്, ഫസ്റ്റ് ടൈം ആയിട്ട് നീറ്റ് എഴുതാൻ പോകുന്നവർക്ക്. കോഡ് നമ്പർ 2 ഈസ് ഫോർ ഡ്രോപ്പേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും നോൺ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നോൺ സയൻസ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ ഓപ്റ്റ് ഫോർ ദാറ്റ്. ഗ്യാപ് സർട്ടിഫിക്കറ്റ് വേണം കൗൺസിലിങ്ങിൻ്റെ സമയത്ത്. കോഡ് നമ്പർ 3 is for PUC students, Karnataka board students, and code number 4 is for BAMS, BHMS, BUMS ഇതൊക്കെ ചെയ്യുന്നവർക്ക്. 4 year BSc നഴ്സിംഗ് 4 year ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ട്, പ്രീ മെഡിക്കൽ ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്കുള്ളതാണ് കോഡ് നമ്പർ 4. കോഡ് നമ്പർ 5 is for BSc ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർഷ്യൽ ഡ്രോപ്പേഴ്സിന്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കോഴ്സസിൽ ഏതെങ്കിലും ഈ 2 സബ്ജക്ട്സ് ഉണ്ടാവണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഏതെങ്കിലും 2 കോമ്പിനേഷൻസ് ഉണ്ടാകണം. കോഡ് നമ്പർ 6 is for അഗെയിൻ BSc പാസ് ഔട്ട് ആയവർക്ക്. പക്ഷേ BSc നിങ്ങൾ പാസ്സായിരിക്കുന്നത് ഏതിലായിരിക്കണം? ഈ PCBയിലെ ഏതെങ്കിലും കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് 12th നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കണം, ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. കോഡ് നമ്പർ 7 is for NRI കാൻഡിഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇനി കോഡ്സിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു.